നല്ല ശീലങ്ങൾ, ഗുഡ് ഹാബിറ്റ്സ്, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല ശീലങ്ങളുള്ള വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടവരാണ്. ഏതൊക്കെയാണ് നല്ല ശീലങ്ങൾ എന്ന് എങ്ങനെ അറിയാം? അത് നമ്മളുടെ ശീലം മറ്റുള്ളവർക്ക് സന്തോഷപ്രദമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. എൻ്റെ ഈ പ്രവൃത്തിയെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾ, അവരൊക്കെ ഫോളോ ചെയ്യുന്ന ശീലങ്ങൾ അത് നമുക്ക് ഇഷ്ടമുള്ളതാണോ എന്ന് നമുക്ക് നോക്കാം. ആണെങ്കിൽ അതൊക്കെ നമ്മുടെ സ്വന്തമാക്കാം. മറ്റുള്ളവർ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് അവരുടെ പെരുമാറ്റം ഹൃദ്യമായി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലെ രീതികൾ അതൊക്കെ നമുക്ക് അനുകരിക്കാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെയാണ് നല്ല ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാനും അതുപോലെ ഏതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള രീതികൾ. ശീലങ്ങൾ എപ്പോഴാണ് രൂപപ്പെട്ടു വരുന്നത്? ശീലങ്ങൾ ഒന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ശീലങ്ങൾ രൂപപ്പെട്ടു തുടങ്ങും. അമ്മയുടെ ശീലങ്ങൾ കുഞ്ഞുങ്ങളുടെയും ശീലങ്ങളായി മാറും. നിങ്ങൾക്ക് അമ്മയെയും കുഞ്ഞുങ്ങളെയും ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. അമ്മയുടെ ആംഗ്യങ്ങൾ, അമ്മയുടെ പ്രത്യേക ജസ്റ്റേഴ്സ്, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതായിട്ട് നിങ്ങൾ കാണും. അതിൻ്റെ തുടക്കം അമ്മയുടെ ഉദരത്തിലാണ്. അപ്പൻ്റെ ആംഗ്യങ്ങൾ, ചേഷ്ടകൾ, ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിലിരുന്ന് കാണുന്നുണ്ട്. അതൊക്കെ അവർ അനുകരിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ഒന്ന്, സിനിമകൾ കാണുന്നവരുണ്ടാവും. കുട്ടികളൊക്കെ സിനിമ കാണും, മാതാപിതാക്കളും കാണും. അപ്പോൾ അതിലൊക്കെ കാണുന്ന പലതും അനുകരിക്കാനായിട്ട്, സ്വന്തം ഒരു ശീലമാക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോഴൊക്കെ കാണാം ഒരു സിനിമയിൽ ഇറങ്ങിയ ഡ്രസ്സ് അതെല്ലാവരും ഫോളോ ചെയ്യുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരു രീതി, അത് അത്ര നല്ല രീതിയല്ല. നമുക്ക് നമ്മുടേതായ രീതികളാണ് വേണ്ടത്. അത് നമുക്ക് സൗകര്യപ്രദമാവണം, സന്തോഷപ്രദമാകണം. മറ്റുള്ളവർക്കും അതുപോലെ സൗകര്യപ്രദവും സന്തോഷപ്രദവുമായിട്ടുള്ള രീതികൾ നമ്മുടെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കണം. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ ചില രീതികളൊക്കെ വേണം. വീട്ടിലെ മാതാപിതാക്കൾക്ക് രീതികൾ വേണം. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് എന്യൂമറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഒന്നാമത്തേത് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമാണ്. നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുള്ള വീട്, ആ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവും. അവർക്ക് അറിവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിവ്. ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, early to bed, early to rise makes a man healthy, wealthy and wise. ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി ആകുന്നത് എങ്ങനെ? അതിന് ശാസ്ത്രീയ വശമുണ്ട്. നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയിലെ ഓക്സിജൻ്റെ അളവ് രാത്രിയിൽ കുറേശ്ശെ കുറഞ്ഞു തുടങ്ങും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി വരും. ഇപ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് മാക്സിമം ആയിട്ടുണ്ടാവും. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരും. പിന്നെ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ഉച്ഛ്വസിക്കുന്നതും അതുപോലെ തന്നെ. ആ സമയത്ത് നിങ്ങൾ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് വന്നു എങ്കിൽ
നിങ്ങൾക്ക് നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടും, ഫ്രഷ് ഓക്സിജൻ. അതുപോലെ തന്നെ രാവിലെ നല്ല ഫ്രഷ് എയറാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതൊക്കെ നമ്മുടെ ബുദ്ധിശക്തിയെ വളർത്താനായിട്ട് സഹായിക്കും. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ നാച്ചുറലായിട്ട് ആരോഗ്യം ഉണ്ടാവുക, ബുദ്ധിശക്തി ഉണ്ടാവുക, അവൻ വെൽത്തിയായി മാറുകയും ചെയ്യും. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം അത് ഡെവലപ്പ് ചെയ്യാൻ കുടുംബത്തിലെ അപ്പൻ മാത്രമല്ല, അമ്മ മാത്രമല്ല, എല്ലാവരും ശ്രമിക്കണം. കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഞാനിത് കാണുന്നത് കുട്ടികൾ ഹോസ്റ്റലിൽ ആദ്യമായിട്ട് വരുമ്പോഴാണ്. ഏതാണ്ട് ജൂൺ മാസത്തിൽ പുതിയ കുട്ടികൾ ഹോസ്റ്റലിലേക്ക് വരും. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ്, അവർക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട് അവർക്ക് പറ്റണില്ല. രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ 5 മണിക്ക് എഴുന്നേൽക്കണമെന്നാണ്. 5 മണിക്ക് 5 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കും. കഴിഞ്ഞ 5:30 മണിക്ക് കാത്തലിക് സ്റ്റുഡൻസൊക്കെ കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്യും, ബലിയർപ്പിക്കാനായിട്ട് പോകും. ആദ്യത്തെ ദിവസം പല കുട്ടികളും രാവിലെ കുർബാനയുടെ സമയത്ത് അങ്ങനെ ഗിഡിനെസ് ഫീൽ ചെയ്യും അവർക്ക്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പറയാറുണ്ട്, ആദ്യത്തെ ദിവസം അവർ വരണ്ട. കാരണം അവരത് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. പക്ഷേ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അവർക്ക് അതൊരു ശീലമായി മാറുകയാണ്. നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനായിട്ട്, ക്ലാസ്സിലേക്ക് പഠിക്കാൻ അനേകം മണിക്കൂറുകൾ കിട്ടും. 5 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടിയാണെങ്കിൽ 6, 7, 8 മണിക്ക് പോയാൽ മതി സ്കൂളിലേക്ക്. അപ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് പഠിക്കാൻ 2-2.5 മണിക്കൂറെങ്കിലും കിട്ടും, 2 മണിക്കൂറെങ്കിലും കിട്ടും. അപ്പോൾ അന്നത്തെ ക്ലാസ്സിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരവസരമാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. സോ ഏർലി ടു ബെഡ്. എത്ര ഏർലി ആവാം? പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നു, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മാതാപിതാക്കളൊക്കെ നേരത്തെ കിടക്കുമായിരുന്നു. അവർ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് പിന്നെ വീട്ടിൽ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല, മണ്ണെണ്ണ വിളക്കായിരിക്കും. ഞാൻ പറയുന്നത് ഒരു 70-75 വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള കാര്യമാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലഘട്ടം 5-6 വയസ്സിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവർ നേരത്തെ കിടന്നുറങ്ങും. പഠിക്കാനുള്ള കുട്ടികൾ മാത്രം കുറച്ചും കൂടി നേരം ഇരിക്കും. ഇന്നത്തെ കുട്ടികളുടെ സ്ഥിതി അതല്ല. അവർ പലരും പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ ഒരു 10 മണിയായിട്ടാണ്. പിന്നെ 2 മണി 3 മണി വരെ ഇരുന്ന് പഠിച്ചു, കിടന്നുറങ്ങി, നേരം വെളുത്ത് 8 മണിക്ക് 7 മണിക്കൊക്കെ എഴുന്നേൽക്കുക. സൂര്യോദയം കണ്ടിട്ടില്ലാത്ത ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടുമുട്ടാൻ ഇട വന്നിട്ടുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ വരുന്നത് വരെ സൂര്യോദയം കണ്ടിട്ടില്ല. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് സൂര്യോദയം കാണാൻ കന്യാകുമാരിക്ക് പോവാണ്. നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ല ശീലമാണ്. അതിനകത്ത് പഴഞ്ചൊല്ലിൽ പറയുന്നത് മേക്സ് യു ഹെൽത്തി, ആരോഗ്യം വർദ്ധിക്കും, വെൽത്തി, സമ്പത്ത് വർദ്ധിക്കും, ആൻഡ് വൈസ്, നല്ല ബുദ്ധിശക്തി ഉണ്ടാവും. ഇത് ഒരു ശീലമാക്കുക. അത് ഒരാൾ മാത്രമല്ല, വീട്ടിലെല്ലാവരും ഒരുമിച്ച് ആണ് എഴുന്നേൽക്കേണ്ടത്. പക്ഷികളൊക്കെ എഴുന്നേൽക്കുന്ന സമയം അതിനു മുമ്പ് തന്നെ നമ്മൾ എഴുന്നേൽക്കുന്നു. പക്ഷികളൊക്കെ എന്താ ചെയ്യുന്നത്? എഴുന്നേറ്റ് എല്ലാവരെയും വിളിച്ചുണർത്തുകയാണ്. വല്ലവരും കൂട്ടിൽ ഉറങ്ങാനുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചുണർത്തുകയാണ്. അപ്പോൾ നമ്മളതുപോലെ തന്നെ ചെയ്യണം. എല്ലാവരും ഉണർന്നു. ഇനി എന്ത് ചെയ്യാം? ഇനി ഏറ്റവും നല്ല കാര്യം, എല്ലാവരും ചേർന്ന് ഒരല്പം നേരം ഒന്ന് പ്രാർത്ഥിക്കുക. ചെറിയൊരു ഷോർട്ട് പ്രയർ. കഴിയുമെങ്കിൽ എല്ലാവരും കൈകൾ കൂട്ടിപ്പിടിച്ച് ഒരു കൂട്ടായ്മയിൽ ആ വീട്ടിലെ അപ്പനും അമ്മയും മക്കളും എല്ലാം ചേർന്ന് ഒരു 3 മിനിറ്റ് നേരത്തെ ചെറിയൊരു പ്രാർത്ഥന. അത് ഏതെങ്കിലും ഒരാൾക്ക് ലീഡ് ചെയ്യാം, മാറി മാറി ലീഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരു പാട്ട് പാടാം. എല്ലാവരും ചേർന്ന് ഒരു പാട്ട് പാടി 3 മിനിറ്റ്സ്. മിക്കവാറും പാട്ടുകളൊന്നും 3 മിനിറ്റിലും കൂടുതൽ പാടാനുണ്ടാവില്ല.
അത് വളരെ നല്ല ഒരു ശീലമാണ്. കൂട്ടായ്മയെ വർദ്ധിപ്പിക്കുന്നു. തുടക്കം തന്നെ, ദിവസത്തിൻ്റെ തുടക്കം തന്നെ നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. പലരും ഉറക്കമുണർന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്കിതൊന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റാത്തത്. കഴിഞ്ഞ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു, അതൊക്കെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് കുളിക്കുക, അങ്ങനെയൊന്നുമല്ല. നേരത്തെ കുളിച്ച് അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയി എല്ലാ പണികളും ചെയ്ത് റെഡിയായി നിന്നു. ടോയ്ലറ്റിൽ പോകുന്നതിന് ഒരു കൃത്യസമയം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുവരെ നമ്മുടെ വൻകുടലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ആ അവസരത്തിൽ അതൊന്ന് എംപ്റ്റി ചെയ്യുമ്പോൾ ഒരു പ്രഷർ റിലീസ് ഉണ്ടാവും, ഒരു ആശ്വാസവും ഒക്കെ ഉണ്ടാവും. അതുപോലെ മൂത്രമൊഴിച്ചു, അപ്പോൾ ബ്ലാഡർ കെട്ടി നിന്നിരുന്ന ആ യൂറിനൊക്കെ പോയി, അതിനുമൊരു ആശ്വാസം ഉണ്ടാവും. അത് മാത്രമല്ല, ബ്ലാഡർ നിറയെ ആയിരിക്കുമ്പോൾ ബ്ലാഡറിൽ വന്നിട്ടുള്ള പല കെമിക്കൽസിനെയും റീഅബ്സോർബ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. യൂറിയ ഫോർ എക്സാമ്പിൾ, മൂത്രത്തിലേക്ക് യൂറിയ കിഡ്നി വഴി വരുന്നുണ്ട്. അതവിടെ കിടന്നാൽ, കുറേയധികം നേരം കിടന്നാൽ എന്ത് സംഭവിക്കുന്നതെന്നറിയാമോ? അത് തിരിച്ച് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് എർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, വെറുതെ ഒരു പഴഞ്ചൊല്ല് മാത്രമല്ല അത് കാര്യകാരണ സഹിതം നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും. നേരത്തെ എഴുന്നേൽക്കുമ്പോഴുള്ള സാധ്യതകളൊക്കെയാണ്. സ്റ്റൊമക്ക് മൂവ്മെൻറ്റ് തുടങ്ങും. സ്റ്റൊമക്ക് മൂവ്മെൻറ്റ് തുടങ്ങിയാലാണ് മോഷൻ പോവുകയുള്ളൂ. ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ്സ് തുടങ്ങും. അത് 2 മണിക്കൂറും കൂടി നിങ്ങൾ അവിടെ കിടന്നാൽ ആ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? മോഷൻ പുറത്തു പോകില്ല, അതവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ അത്രയും വെള്ളം വലിച്ചെടുക്കും. വെള്ളം വലിച്ചെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അത് ഡ്രൈ ആയി. സോ കോൺസ്റ്റിപ്പേഷന് ഇടവരും. അപ്പോൾ ആ പഴഞ്ചൊല്ല് വളരെ ശാസ്ത്രീയമാണ് എന്നും കൂടിയാണ് ഞാനിപ്പോൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഓരോ അപ്പനും അമ്മയും വളർത്തിയെടുക്കണം, മക്കളിലും അത് വളർത്തിയെടുക്കണം. രണ്ടാമത് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്, വീട്ടിലെ ഒരാളെങ്കിലും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒരു പതിവ് അതൊരു ശീലമാക്കിയെടുക്കണം. രാവിലെ ഒരാളെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും, ചിലപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല, ഒരു വ്യക്തിയെങ്കിലും ആ വീട്ടിൽ നിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് അണയുക. എല്ലാവർക്കും പോകാൻ പറ്റുമെങ്കിൽ നല്ലത്. അങ്ങനെ പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പല വീടുകളും കുടുംബം അടക്കം രാവിലെ തന്നെ പള്ളിയിൽ പോകുന്നവർ ഉണ്ട്. വളരെ നല്ല ശീലങ്ങളിൽ ഒന്നാണ്. ദൈവാനുഗ്രഹം ധാരാളമായി ലഭിച്ചിട്ടാണ് നിങ്ങൾ ആ ദിവസം ആരംഭിക്കുന്നത്. വിശുദ്ധ ബൈബിൾ വായിച്ചുകൊണ്ട് തുടങ്ങാം. ഇതൊക്കെ ആ ദിവസം മുഴുവൻ ഏറ്റവും യൂസ്ഫുള്ളാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. രാവിലെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. 3, 4, 5 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ആ സ്റ്റൊമക്കൊന്ന് നന്നായി വാഷ് ചെയ്ത് കിട്ടും. നമുക്കൊക്കെ ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കുടിക്കണം. അത് ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നല്ല വെള്ളമൊന്നും കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ കുപ്പിയിൽ വെള്ളം കൊണ്ടു നടക്കാനും പറ്റില്ല. എവിടെന്നെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചാൽ അതിൽ വല്ല രോഗാണുക്കളൊക്കെ ഉണ്ടാകാം. അങ്ങനെ വെള്ളത്തിലൂടെ ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും നമ്മൾ അടിമയായിപ്പോയി എന്നൊക്കെ വരാം. അതുകൊണ്ട് രാവിലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ യൂറിൻ ധാരാളമായി പോകും. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മെച്ചങ്ങൾ, ഒന്ന്, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഒരു കാരണം അസെൻഡിങ് ഇൻഫെക്ഷനാണ്. യൂറിനറി ട്രാക്റ്റിലൂടെ അസെൻഡ് ചെയ്ത് വരുന്ന, പുറമേ നിന്ന് വരുന്ന ഇൻഫെക്റ്റീവ് ജേംസാണ്.
അത് മൂത്രം ഇടയ്ക്ക് ഒഴിക്കുമ്പോൾ അത് വാഷ് ചെയ്ത് പൊക്കോളും. അധികം നേരം മൂത്രം ഒഴിക്കാണ്ട് നിന്നാൽ അത് കയറി അത് ബ്ലാഡറിലേക്ക് എത്താം, കിഡ്നിയിലേക്ക് എത്താം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാത്ത ആളുകൾ യൂറിനറി ഇൻഫെക്ഷനായിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ എന്താ പറയുക? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, ചിലപ്പോൾ ധാരാളം വെള്ളം കുടിക്കുമെന്ന് പറയും. കാരണം അതാണ്, വാഷ് ചെയ്ത് പോകുന്നു. 5 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആ ട്രാക്റ്റൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീനായിട്ട് പോകും. ഇതൊരു തെറാപ്പി കൂടിയാണ്, വാട്ടർ തെറാപ്പി എന്നാണ് അതിന് പറയുക. കിഡ്നി രോഗമില്ലാത്ത ആളുകൾ മാത്രമേ അത് ചെയ്യാവൂ. കിഡ്നി രോഗമുള്ള ആളുകൾ ഡോക്ടർ പറയുന്ന അളവ് അനുസരിച്ച് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടാവും അല്ലെങ്കിൽ. അങ്ങനെ അതിൽ ഭക്ഷണശീലം, പലരും ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കുറച്ച് സമയം കൊണ്ടാണ്. തിരക്ക് പിടിച്ച് വെട്ടി വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. നേരത്തെ എനിക്കില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണം അപ്പോഴേക്കും ബസ് വരേണ്ട നേരമായി, അല്ലെങ്കിൽ യാത്ര പുറപ്പെടേണ്ട നേരമായി. അപ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക. ചിലത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണു, അങ്ങനെ പല തരത്തിൽ സമയമെടുത്ത് ഭക്ഷണം കഴിക്കണം. അതൊരു നല്ല ശീലമാണ്. ചവച്ചരച്ച് ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമ്മുടെ സ്റ്റൊമക്കിന് ബർഡൻ കുറയും, ഭാരം കുറയും. ഇത് പുറത്തേക്ക് പോകണമെങ്കിൽ നല്ല അരച്ച് നല്ല പൾപ്പാവണം. എന്നാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പുറത്തേക്ക് പോവുള്ളൂ. അതിന് സഹായിക്കുന്ന അരവ്, ഒന്ന് ആമാശയത്തിൻ്റെ ഉള്ളിൽ അവിടെ ഒരു അരവ് യന്ത്രമുണ്ട്. 2 നമ്മുടെ പല്ലുകളാണ്. വായ്ക്കകത്ത് പല്ലുകൾ ഉപയോഗിച്ച് നന്നായി ചവച്ചരയ്ക്കണം. പക്ഷെ അതിന് പകരം പലരും വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആമാശയത്തിന് ലോഡ് കൂടും. അപ്പോൾ ചവച്ചരച്ച് ദഹനം കുറേ കഴിയോടെ വായ്ക്കകത്ത് പല ദഹനരസങ്ങളുണ്ട്. ആ ദഹനരസങ്ങൾ ആക്ട് ചെയ്യാനായിട്ട് സമയം കിട്ടും. കുറച്ച് ചോറെടുത്ത് നമ്മൾ വായയിലിട്ട് ചവച്ചരച്ചുകൊണ്ടിരുന്ന് നോക്കൂ, മധുരം വരും, മധുര രസം അനുഭവപ്പെടും. അത് കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച്, അത് ഷുഗറായി മാറുന്നതിൻ്റെ ഭാഗമാണ്. അത് വായ്ക്കകത്ത് നടക്കുന്നു, പചനം നടക്കുന്നു, ദഹനം അവിടെ നടക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം കുടിക്കാൻ പാടില്ല, തൊട്ട് പുറകിലും വെള്ളം കുടിക്കാൻ പാടില്ല. കാരണം ഭക്ഷണത്തിന് മുമ്പ് നമ്മുടെ ആമാശയത്തിൽ ഊറി വരുന്ന ഒരു ദഹനരസമുണ്ട്. ആ ദഹനരസം വെള്ളം കുടിച്ചാൽ ഡൈല്യൂട്ടഡ് ആവും. അപ്പോൾ അതിൻ്റെ ആക്ഷൻ കുറയും. അതുകൊണ്ട് അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കൽ നിർത്തണം. അപ്പോൾ അവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പചന രസം ഉണ്ടാവും. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ മേൽ നന്നായി പ്രവർത്തിച്ച് വേണ്ട രാസ ചേഞ്ചുകൾ അവിടെ ഉണ്ടാക്കും. അവിടെ തന്നെ ഭക്ഷണം കഴിഞ്ഞ ഉടനെയും വെള്ളം കുടിക്കാൻ പാടില്ല. അത് മുമ്പ് ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ. അപ്പോൾ ഇങ്ങനെ ശീലങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അതുകൂടി ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു അപ്പനും മകനും കൂടി ഒരു സദ്യക്ക് പോയി. അങ്ങനെ സദ്യ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ മകൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അപ്പൻ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. മകന് മനസ്സിലായില്ല എന്താണെന്ന്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ മകനെ അപ്പൻ വിളിച്ചു, കൊടുത്തു, ഒരടി കൊടുത്തു. അപ്പോൾ മകൻ ചോദിച്ചു, എന്തിനാ അപ്പം എന്നെ തല്ലിയത്? അതോ നീ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം കുടിച്ചില്ലേ? ഉവ്വ. ആ വെള്ളം കുടിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭക്ഷണം കഴിക്കാമായിരുന്നില്ലേ എനിക്ക്? മകനൊന്നും പറഞ്ഞില്ല. അവൻ പുറത്ത് പോയിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് മണ്ണ് ഇട്ടു, നിറയെ മണ്ണ്. എന്നിട്ട് അപ്പനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചു. അപ്പോൾ ആ മണ്ണ് താന്നു പോയി.
മണ്ണിൻ്റെ ലെവൽ, നിറയുണ്ടായിരുന്ന മണ്ണിൻ്റെ ലെവലൊന്ന് താന്നു. നോക്കപ്പോൾ വെള്ളം കുടിച്ചോണ്ടുള്ള മെച്ചം കണ്ടോ? അപ്പം അല്പം നേരം ആലോചിച്ചിട്ട് കൊടുത്തു ഒന്നും കൂടി. അപ്പം നേരത്തെ തെല്ലിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം എന്തിനാ അപ്പം തെല്ലിയത്? ഇത് നിനക്ക് എന്നോട് നേരത്തെ പറയായിരുന്നില്ലേ? എങ്കിൽ ഞാനും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചേനില്ലേ? ഇതൊരു തമാശ കഥയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നല്ലതല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മിക്സിയിൽ നിങ്ങൾ തേങ്ങയോ മറ്റോ അരയ്ക്കാനായിട്ട് ഇട്ടു, അല്ലെങ്കിൽ മാങ്ങ അരയ്ക്കാനായിട്ട് ഇട്ടു, മാങ്ങപ്പൂളുകൾ നിറയെ വെള്ളം ഒഴിച്ചിട്ട് മിക്സി വർക്ക് ചെയ്യിച്ചാൽ അത് അറിയില്ല. അപ്പോൾ ആ അരവ് യന്ത്രം ശരിക്ക് വർക്ക് ചെയ്ത് അരവ് പൂർണ്ണമാകണമെങ്കിൽ വെള്ളം കമ്മിയായിരിക്കണം, കുറവായിരിക്കണം. കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ഭക്ഷണം വയറ് നിറയെ ഒരിക്കലും കഴിക്കാൻ പാടില്ല. മൂക്ക് മുട്ടെ തിന്നുന്ന ആളുകളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു വിദ്വാൻ സദ്യക്ക് ഇരിക്കുകയാണ്, നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. അന്ന് പണ്ടൊക്കെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. പായ മടക്കിയിട്ട് അതിന്മേലിരുന്ന് ചമ്മറപ്പടിയിട്ടിരുന്ന് ആണ് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ചോറ് വിളമ്പുന്ന ആൾ ഇങ്ങനെ ചോറ് വിളമ്പി പോവുക. അപ്പോൾ ചോദിച്ചു, സാമാന്യ മര്യാദയ്ക്ക് ചോറ് കിട്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ചോറ് കിട്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത്രേ, ഇലയിൽ ഇല്ലെങ്കിൽ ഇട്ടോളൂ. അദ്ദേഹത്തിന് ഇലയിൽ ചോറുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുകൂടാ, വയറ് നിറഞ്ഞിട്ട്. ഇതൊക്കെ തമാശ കഥകളാണ്. എങ്കിലും അതൊക്കെ ഒരു അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്നോ, അമിതമായി ഭക്ഷണം കഴിക്കരുതെന്ന്. അത് നല്ലൊരു ശീലമാണ്. പ്രത്യേകിച്ച് രാത്രിയിൽ അരവയർ അത്താഴം എന്നൊക്കെ പറയും. അരവയർ അത്താഴം എന്ന് പറയും. അങ്ങനെ ചില നല്ല നല്ല ശീലങ്ങളുണ്ട്. വയറിൻ്റെ പകുതി ഭാഗം ഭക്ഷണം വേണം, ബാക്കി പകുതി വെള്ളം, ബാക്കി പകുതി എയർ. അപ്പോഴാണ് അതിൻ്റെ അരവൊക്കെ ശരിക്ക് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ശീലം, ഇങ്ങനെ നല്ല ശീലമുള്ളത്, അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കുക. അരക്കാതം എന്ന് വെച്ചാൽ കുറച്ച് ദൂരം അത്താഴം കഴിഞ്ഞാൽ ഒന്ന് നടക്കുക എന്ന് പറയുന്ന ഒരു ഊണ് കഴിഞ്ഞാൽ ഉടനെ കിടക്കുകയല്ല വേണ്ടേ, നടക്കുകയാണ് വേണ്ടത്. പലരും ഉണ്ട് ഊണ് കഴിഞ്ഞാൽ കിടക്കുന്നവർ. കിടക്കാൻ പാടില്ല. ഊണ് കഴിഞ്ഞാൽ നടക്കണം. പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ, അത്താഴം കഴിഞ്ഞാൽ. അത്താഴം കഴിഞ്ഞാൽ എവിടെ നടക്കും? ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, അവിടെ ഞാൻ തേവര കോളേജിലാണ് പഠിച്ചത്. അവിടെ ഹോസ്റ്റലിൽ 5 ഹോസ്റ്റൽ പറമ്പിൽ 5 ഹോസ്റ്റലുണ്ട്. ഈ ഹോസ്റ്റലിൻ്റെ ഇടയിൽ തന്നെ ടാറിട്ട വഴികളുണ്ട്. ഈ വഴികളിലൂടെയൊക്കെ നമുക്ക് നടക്കാം. ഒരു വട്ടം നടന്നു വരുമ്പോഴേക്കും 1-1.5 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ളതാണ് അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ല ശീലങ്ങളാണ്. ആരോഗ്യത്തിന് നല്ല ശീലങ്ങൾ മാത്രമേ പ്രാക്ടീസ് ചെയ്യാവൂ, അല്ലെങ്കിൽ അകാലത്തിൽ രോഗിയാവൂ. അത്രയേ ഉള്ളൂ. നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ നിങ്ങൾക്ക് പഠിക്കാം. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കാം. ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണെങ്കിൽ നല്ലോണം ജോലി ചെയ്യാം. ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം വേണ്ടതുപോലെ നോക്കാനായിട്ട് പറ്റും. അങ്ങനെ ആരോഗ്യം തരുന്ന രീതികൾ, ഭക്ഷണത്തിൻ്റെ ഐറ്റംസ്, അതിലും ശീലമുണ്ട്. നല്ല ശീലങ്ങൾ അതൊക്കെ നോക്കുന്നത് നല്ലതാണ്. നല്ല ശീലങ്ങൾ, നല്ല ഭക്ഷണം. നോൺ വെജിറ്റേറിയൻ അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനൊക്കെ ഒരു കാലത്ത് നോൺ വെജിറ്റേറിയൻ മാത്രം കഴിച്ചിരുന്നത്. അതൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ്. വളരെ കുറച്ച് കൊണ്ടുവരുന്നു. ഞാൻ കണ്ടിട്ടുള്ള 2 മെച്ചങ്ങൾ, ഒന്ന് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. രണ്ടാമതൊന്ന്, ഒരു സദ്യക്ക് പോയാൽ വെജിറ്റേറിയൻ മീലിൻ്റെ അടുത്ത് ചെന്ന ക്യൂ നിൽക്കാൻ ചെറിയ ക്യൂ ഉള്ളൂ. വേഗം ഭക്ഷണം കഴിച്ച് നമുക്ക് പോരാം, അല്ലെങ്കിൽ നീണ്ട ക്യൂ ഉണ്ടാവും.
അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് ഒരു ശീലമാക്കുന്നത് നല്ലതാണ്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ എപ്പിസോഡിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്കിത് തുടരാം.